കോഴിക്കോട് അരയിടത്തും പാലം ബസ് അപകടത്തിൽ ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ്. ബൈക്ക് യാത്രികനും കൊമ്മേരി സ്വദേശിയുമായ മുഹമ്മദ് സാനിഹാണ് മരിച്ചത്. ഇന്നലെയാണ് സ്വകാര്യ ബസ് ബൈക്ക് യാത്രികനെ ഇടിച്ച ശേഷം നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ലിനറ്റാണ് ചേരുന്നത്. ലിനറ്റ്, ആ CCTV ദൃശ്യങ്ങൾ വരുന്ന സമയത്ത് ആ ട്രാക്കിൽ ബസ്സിനെതിരെ ഒരു 2 വീലർ വരുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് കാണാമായിരുന്നു. ആ ബൈക്ക് യാത്രികനാണോ നിലവിൽ മരണപ്പെട്ടിരിക്കുന്നത്? മറ്റുള്ളവരുടെ നില എങ്ങനെ പോകുന്നു? എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? ലാൽകൃഷ്ണ, അതെ, ഈ ബൈക്ക് യാത്രികനാണ് ഇതേപോലെ ഇപ്പോൾ മരണമടഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കുകൾ ഏറ്റിരുന്നു എന്നാണ് ഇന്നലെ ന്യൂസ് മലയാളത്തോട് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ സംഘം വ്യക്തമാക്കിയിരുന്നത്. തലയ്ക്കും അതോടൊപ്പം തന്നെ ലിവറിലും ഒക്കെ തന്നെ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട് എന്ന വിവരം ഡോക്ടർമാർ പറഞ്ഞതാണ്. അതീവ ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു. 8 മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ എന്തെങ്കിലും പറയാൻ സാധിക്കുന്നു എന്ന് തന്നെ ഡോക്ടർമാർ നമ്മോട് വ്യക്തമാക്കിയിരുന്നായിരുന്നു. ഇന്ന് രാവിലെയോട് കൂടിയാണ് ഇദ്ദേഹത്തിന്റെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കോമേരി സ്വദേശിയായിരിക്കുന്ന മുഹമ്മദ് സാനിഹാണ് മരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബാക്കിയുള്ളവരുടെ നില ഈ കുഴപ്പമില്ലാതെ തുടരുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. പലരും ഡിസ്ചാർജ് ചെയ്തു പോയി എന്ന വിവരമാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് 56ഓളം പേർക്കാണ് ഇന്നലെ വൈകുന്നേരം നടന്ന അപകടത്തിൽ പരിക്കേറ്റതും ചികിത്സയിലുണ്ടായിരുന്നതും. 2 ആശുപത്രികളിലായിട്ടാണ് ആളുകളെ പ്രവേശിപ്പിച്ചത്. ഒന്ന് മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലും അതോടൊപ്പം അപകടം നടന്നതിന് തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രി ആയിരിക്കുന്ന ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലുമാണ് പരിക്കേറ്റവരെ ഉടൻ തന്നെ മാറ്റിയിരുന്നത്. അതിൽ പലരും ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്തു പോയി എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇനിയും 10ഓളം പേർ ആശുപത്രികളിൽ തുടരുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ആരുടെയും നില ഗുരുതരമല്ല എന്ന വിവരം കൂടെ ലഭിക്കുന്നുണ്ട്. ലാൽകൃഷ്ണ, ശരി, ലിനറ്റാണ് വിവരങ്ങൾ നൽകിയത്. അരയിടത്തും പാലം ബസ് അപകടത്തിലാണ് നിലവിൽ ബൈക്ക് യാത്രികനായിരുന്ന കൊമേരി സ്വദേശി മുഹമ്മദ് സാനിഹ് മരണപ്പെട്ടത്. ഇന്നലെ അമിത വേഗത്തിലെത്തിയ ബസ് ബൈക്കിലിടിച്ച ശേഷം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. 54-ലേറെ പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. മറ്റുള്ളവരുടെ നില തൃപ്തികരമാണ് എന്നുള്ളതാണ് ലിനറ്റ് നൽകുന്ന വിവരം.